എന്താ ഓനെ ഗോപിക്കുട്ട എന്താ അച്ഛാ? അച്ഛനൊന്ന് പ്രാർത്ഥിച്ചോട്ടേടാ. ഓ ഇതാണോ ഗിയർ? ഈശ്വര എന്റെ മരുമകന് സകല. അയ്യോ അയ്യോ ഈ നോക്കൂത്തി ആരാ കൊണ്ടുവച്ചത്? അന്നൊരു കാൽപ്പഴ പറ്റിയതാ. ചത്ത കൊല്ലു ഞാൻ. ചത്തെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ പയറ് പോലെ ഓടി കിടക്കണം. അന്ന് വട്ടായതാ. ഇപ്പൊ രാവും പകലും ബ്രാൻഡി അടിച്ച് ബാൻഡും കൊട്ടി മധുര 16-കാരിയായ മോക്ക് കാവലിരിക്കുക. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, അവിൽപ്പതി, എന്തിന് ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി. പട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. വൈദ്യരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. എന്നാലേ എനിക്കൊരു ദാമ്പത്യമുള്ളൂ. അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. മതമിളകിയ കൊമ്പനെ മർമ്മത്തിൽ ചൂണ്ടി നിർത്തിയവനെ ഈ കേശാനന്ദ സ്വാമികൾ പിന്നെയല്ലേ ഈ കുഴിയാന കിഴിപിടിക്കൂ. എല്ലാം എന്റെ അളിയന്റെ ഭാഗ്യം. അയ്യോ എന്റെ അമ്മേ, എന്റെ കൊല്ലാമല്ലേ. നിന്റെ അച്ഛന് വണ്ടി കൂടിയടാ. വേണ്ട വേണ്ട, എന്നോട് കളിക്കല്ല. ഞാൻ ചൂണ്ടുവരലേ നിർത്തും. എന്റെ ഹെൽമെറ്റ് വന്നിട്ട് പോ. അങ്ങോട്ട് പോണ്ട, കാശ് കൊടുക്കാനുള്ളതാ. ഞാൻ അടഞ്ഞ മഹാപശക. വല്ലുവട്ടൻ ഇവനെ ഞാൻ കൊല്ലും. ഇതെന്താ റിലയാ? കുറയ്ക്ക് നിന്റെ അപ്പനടി. ഇയാളെന്താ കമന്ന് കിടന്ന് മണ്ണ് തിന്നണം. ഇവൻ എന്നെ ഓടിച്ച് ഹിമാലയം വരെ കയറ്റുമെന്നാ തോന്നുന്നത്. ഹെൽമെറ്റ് കിട്ടി, ഭാഗ്യം പൊട്ടിയില്ല. പൊട്ടി. താങ്ക് യു ഏട്ടാ. ഞാൻ സൂപ്പിക്കടാ. എന്നെ ഓടിച്ചില്ല തുപ്പും. ഞാൻ കാർക്കിച്ചത് പോടാ. കൊല്ലും ഞാൻ നിന്നെ. പിന്നെ അയ്യോ, ഇവിടെ ഒളിക്കാൻ ഒരു ഗുഹ പോലും ഇല്ലല്ലോ. എവിടെ ആളുടെ മുമ്പ് നീ അവന്റെ മുടി ഞാൻ മൊട്ടയടിക്കും. രക്ഷപ്പെട്ടു. വട്ടം കഴിഞ്ഞപ്പോ പട്ടി, എന്നാലും വട്ടനേക്കാൾ ഭേദവാ പട്ടി. ഉള്ളാനിരിക്കണേനല്ലേ ഇത് ഞാൻ മുള്ളിക്കട. ഓ പെനാൽറ്റി കിട്ടിയത് ഭാഗ്യം. ഞാൻ ഓർഡറത്. ഇതെവിടെ പോയി? അയ്യേ, എല്ലാം പോയി. ஐயோ கடவுளே கடவுளே, என்னாச்சு? யாரு மேல ஏறி எல்லாமே பார்த்தாச்சு. எல்லாமே பார்த்தாச்சா? நானே இது வரைக்கும் ஒண்ணுமே பார்த்ததில்லை. ഈ ഹെൽമെറ്റ് വെച്ചാൽ ആരും തിരിച്ചറിയില്ല. ഇവന് ഞാൻ കാശ് കൊടുക്കാനില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാം. ഇവിടെ ആകുമ്പോ ഒരു പട്ടിയും കാണില്ല. പട്ടി മാത്രമല്ല അവിടെ. മൊട്ടാഭിഷേകോ? താൻ എന്ത് പണിയാണോ കാണിച്ചത്? മൊട്ട പൊട്ടിന്ന് തോന്നുന്നു. എവിടെ ഒന്ന് ഒളിക്കുക. എവിടെ നിന്നാണ് ഒരു മുട്ടയുടെ നാറ്റം? നായിന്റെ മോൻ എവിടെ പോയി ഒളിച്ചു? ഞാൻ തുമ്മിയ മണ്ട ചുമ്മാതല്ല വട്ടന്ന് വിളിക്കണത്. മോളു നിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോയി വേതാളം? അവനെ നീ ഞാൻ പാതാളത്തിലാക്കും. ഈ വട്ടനെ ചികിത്സിക്കാൻ കണ്ടൊരു നേരം. ഇതിപ്പോ എന്നെ ചികിത്സിക്കേണ്ട ഗതിയായി. അയ്യോ അയ്യോ. അയ്യോ കള്ള
ആസാമി പേടിച്ച് ഓടിപ്പോയെന്നാ തോന്നണത്. എന്റെ അമ്മേ! കരിമ്പൂതത്തിന് തീ പിടിച്ചേ! ഭൂതമല്ലേ! എന്റെ കുട്ടി പോടാ തെണ്ടി! നിർത്ത്! ഇവരെ ഇപ്പൊ മായവാ. ഒന്ന് തുമ്മണോന്നുണ്ടെങ്കിൽ ഈ കുരുമുളക് കൂടെ വലിക്കണം. ഹലോ, എന്തായാലും പഴയ കുടിശ്ശിക ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞേ തരുള്ളൂ. ഇപ്പൊ തരാൻ ഞാൻ പിന്നെ തരാം. പണത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ ഗോപി വാക്ക് പറഞ്ഞ ഗോപിയാ അല്ല വാക്കാ. ഒരു സെക്കൻഡ്. അതെ, ലോക ബാങ്കിന്റെ MD-യുമായി ഞാനൊരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നേ. അദ്ദേഹം വിളിക്കുക. ഡോളറിന്റെ വെള്ളിയിടിഞ്ഞൊന്നും അറിഞ്ഞില്ലേ? നിങ്ങൾ പിന്നെ വിളിക്ക് പ്ലീസ്. ഇനി ഇതേത് കുരിശാണാവോ? ഹലോ, നിങ്ങൾ വിളിച്ച വരിക്കാരൻ അല്പം തിരക്കിലാണ്. വരുന്നതിന്റെ മുമ്പത്തെ തിങ്കളാഴ്ച വിളിച്ചോളൂ. വിഷം വാങ്ങണമെങ്കിൽ പോലും ആരെങ്കിലും കടം തന്ന് സഹായിക്കണം. പക്ഷെ കയ്യിലോ 3 സെൽഫോൺ. എന്നെ പോലെ തന്നെ ഇതുങ്ങൾ അഗതികളാ. ഒന്ന് നമ്പർ നോക്കാൻ. ഇതിലാണെങ്കിൽ ഇൻകമിങ് മാത്രം. ആകെ ഉള്ളത് ഇതാ. ഇതിൽ ഇനി 11.80 മാത്രം ബാക്കി. കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല, പക്ഷെ ലോൺ കിട്ടുമെന്ന് പറഞ്ഞാൽ ലോക ബാങ്കിന് വില പറയും. നേര് പറഞ്ഞാൽ ഒരു 10-25 ലക്ഷം രൂപ കടം ഉണ്ടെങ്കിലേ ജീവിക്കാൻ ഒരു ത്രില്ലുള്ളടാ. അച്ഛന്റെ അന്ധവിശ്വാസ. ആത്മ പിടിച്ച് മരിക്കാൻ നേരത്ത് റിംഗ് ടോൺ ആയിട്ട് സേവ് ചെയ്തതാ. അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട്. ഈ കോള് കുഴപ്പമാണ് അച്ഛാ. വീണ്ടും അച്ഛൻ വിളിക്കും. ശൂലം കുത്തി. ഹലോ ഗോപി സാറാ. സോറി, ഞാനിപ്പോ തലത്തില്ലല്ലോ. എവിടെയാ? ഞാനിപ്പോ ആഗ്രഹില്ല. ഫാമിലിയുമായിട്ട് താജ്മഹൽ കാണാൻ വന്നതാ. നല്ല ക്ലിയർ ഉണ്ടല്ലോ. താജ്മഹലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായതുകൊണ്ട് ഭയങ്കര റേഞ്ചാ. ചെവിട് പൊട്ടിപ്പോണ്. ആട്ടെ, നിങ്ങൾ ഇപ്പൊ എവിടെയാ? ഞങ്ങൾ താജ്മഹലിന്റെ ഗേറ്റിലുണ്ട്. ഗേറ്റിലോ? ഇവനെന്താ വൈബ്രേറ്റർ വെച്ചേക്കണോ? എന്റെ അമ്മേ! ആരാത്? ഡീഫോൾട്ട് അക്കൗണ്ടിന്റെ കളക്ഷൻ ഏജൻസാ. തേടി പിടിച്ച് ലോൺ കൊടുക്കും, ഓടിച്ചിട്ട് വാങ്ങിക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞ ഗുണ്ടകൾ. കയ്യെ കിട്ടിയ ഏതെങ്കിലും ഭക്തി സീരിയലുകാർക്ക് മറിച്ചു വെക്കൂടാ പട്ടി. അതിന് കൈ കിട്ടിയിട്ട് വേണ്ടടാ. കിട്ടുമോ നോക്കട്ടാ. ഏത് കൈലാസ്യമേ ഒളിച്ചാലും നിന്നെ പിടിക്കൂടാ ഗോപി. മര്യാദക്ക് കാശ് തന്നിട്ട് പോടാ. അമ്മേ ഭഗവതി, ഓ കലികാലം. ശിവനമ്പലത്തിൽ ഇറങ്ങി വെളിച്ചപ്പാടും അവരെ ഇന്ന് ലോൺ എടുത്തിട്ടുണ്ടാ. നിക്കടാ അവിടെ. ഓടിയാൽ ഓടിച്ചിട്ട് പിടിക്കും. ഓടുന്നവനെ ഓടിച്ചിട്ടല്ലാതെ പിന്നെ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റോ? ഈ ആൽമരത്തിന്റെ ചുറ്റി എവിടെയെങ്കിലും വിളിക്കാം. നല്ലൊരു പൊത്ത് കിട്ടി. അച്ഛന് അന്ധവിശ്വാസം വലിക്കാൻ കണ്ട നേരം. ഇതെന്താ തട്ടുകടയാണോ? മുട്ടയിരിക്കുന്നു. ആരാ ചൂന്ന് മുന്നെ വിളിച്ചത്? ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഒറിജിനലാ? അത് ശരി. ശിവനെ, അവിടെ 3 നേരമുണ്ടല്ലോ. മുതലും പലിശയും വേണം. മുതലായിട്ടാ ക്യാമറ പോരെ. മുതലാളി എന്തിനാ ജപ്തി ചെയ്തത്? കാല് പിടിച്ചോണ്ടാ ഈ പന്നിയുടെ മകനെ അവധിയോടെ കൊടുത്തത്. അയ്യോ സാർമാരെ, ഇന്നത്തെ ഷൂട്ട് മുടങ്ങി ആകെ പ്രശ്നവും. ഇനി ഒരു ദിവസം കൂടി ക്ഷമിക്കണം പ്ലീസ്. നാളെ കാലത്ത് പലിശ തുക എങ്ങനെയാലും ഞങ്ങൾ അടച്ചോളാം. എടുത്തു കൊടുക്കാനാണ്. വിശ്വാസം അല്ലെങ്കിൽ ഗ്യാരണ്ടിക്ക് വണ്ടിയുടെ ചാവി. ചാവി കൊടുക്കല്ലേ? കൃത്യം ഫെബ്രുവരി 31. ഓക്കെ നിങ്ങളുടെ ഉറപ്പിൽ ഒരു അവധിയും കൂടി തരാം. അതെ, പരിശീലനത്തിൽ കുടിശ്ശിക 50,000 രൂപ നാളെ തന്നെ കിട്ടിയിരിക്കണം. വാക്കാണോ? വാക്കല്ലേ? നാളെ രാവിലെ ഞങ്ങൾ എത്തിയിരിക്കും. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ആണോ? അയ്യോ എന്റെ ശൂലം. നിത്യവിശുദ്ധ തിരിച്ചു വന്നിട്ട് ഇന്നത്തെ രാമൻ തന്നെ പങ്കരടി ക്യാമറ. ഇവനെന്താ സർക്കസുകാരൻ?
തമാശയോടെ ആൾക്കാരെ നിർത്ത്. എടാ രാഹുൽ, നീ വേഗം പൗലോസിനെ പോലീസിൽ വിളിക്ക്. എടാ നീ വണ്ടി എടുക്ക്. വണ്ടിയുണ്ട്. വണ്ടി നിർത്തടാ. നിർത്ത്. ആരാ താൻ? എന്താ തന്റെ ഉദ്ദേശം? നീയോ? അതെ, നിന്റെ ആജന്മ ശത്രു. ഇഡിയറ്റ്. എന്റെ പ്രോഗ്രാം കൊളവാക്കാൻ നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. നിന്നെ കെട്ടാൻ? പട്ടി. ആഹാ, ഇപ്പൊ ശരിയാക്കി തരാം. സർ, പട്ട പകൽ ഇയാളെന്നെ കിഡ്നാപ്പ് ചെയ്തു. ആണോ? എന്നാ ഇപ്പൊ തന്നെ ശരി കസ്റ്റഡിയിൽ വെക്കാം. ദാ ഇതിലൊന്ന് ഒപ്പിട്ടെ. താങ്ക്സ്. മോൾക്ക് കൊടുക്കാനാ? മോള് പിങ്കിയുടെ വലിയ ഫാനാ. അയ്യോ, അപ്പന്റെ പരാതി. എന്തിനാ കൊച്ചെ ഞങ്ങളിങ്ങനെ മണ്ടന്മാരാക്കുന്നത്? സർ, ഞാൻ പറഞ്ഞ സത്യ. അത് കളാ. എവിടെയാ ക്യാമറ ഒളിപ്പിച്ചിരിക്കുന്നത്? സാറന്മാരെ അവനെ വിടരുത്. അവൻ ഭീകരവാദിയാ. സാറേ, ആ വണ്ടിയിലെ ക്യാമറ. എന്നാ വിട്ടോ. അളിയാ നോക്ക്. വാടാ, അവന്റെ വിശ്വരൂപം ഇന്ന് അവൻ കാണും. എന്ത് തോന്നിയാത്തോടെ കാണിച്ചേ? ഇയാൾക്ക് എന്താ വേണ്ടേ? തല്ല് കൊണ്ട പാരമ്പര്യം എനിക്കുള്ളു. അത് താനായിട്ട് തിരുത്തരുത്. പ്ലീസ് ഇങ്ങനെ ചൂടാവാതെ. എന്താ വെരലി സൂക്ഷിക്കണ്ടേ? ലുക്ക്, ക്യാമറ ഇസ് ദേർ. വേറൊരു ക്യാമറ. ആൻഡ് ലഫ്റ്റനന്റ് കമാൻഡർ സഞ്ജയ് നാഥ് ഇവിടുത്തെ നേവി ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ വന്നതാ. ഞങ്ങൾ തമ്മിൽ അങ്ങ് നോർത്തിൽ വെച്ചുള്ള ബന്ധ. സാറ് നേവിയുടെ എയർഫോഴ്സിലെ മിലിറ്ററി ഓഫീസർ ആണെന്ന കാര്യം ഈ മീശയാണ് സത്യം ഞങ്ങൾക്ക് അറിയില്ല. സോറി, ഇങ്ങനൊരു റിലേഷൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ വലിയ പ്രശ്ന. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നല്ല ചേർച്ചയാ, ശത്രുതയില്. അല്ലടി കന്യാസ്ത്രീ, ഇവള് ചില്ലറക്കാരി അല്ലട്ടോ. അത് ഞങ്ങൾക്കും അറിയാം. കൊച്ചുനാളിൽ എനിക്കിട്ട് ഒരുപാട് പാര പണിതവളാ. ഇവള് തറയാണെങ്കിൽ ഞാൻ തത്തറയാ. നല്ല കോമ്പിനേഷൻ. ടിവിയില് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കാണാറുണ്ട്. സമ്മതിക്കണം. നാട്ടുകാരെ മുഴുവൻ മണ്ടന്മാരാക്കി വലിച്ചെന്ന് നിന്നെ ഒരു മണ്ടിയാക്കണം എന്നുള്ളത് എനിക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ സാധിച്ചെടുത്തു. നിനക്ക് ഞാനൊരു സ്പെഷ്യൽ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് ഇത്രയും പെട്ടെന്ന് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. ആഹാ, എങ്ങനെയുണ്ട്? നോക്കട്ടെ. നല്ല ചേർച്ച. മുൻകൂട്ടി ഒരു ധാരണ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊരു എപ്പിസോഡാക്കായിരുന്നു. നേരെ ഞങ്ങളുടെ വ്യൂവേഴ്സിന് നല്ലൊരു ത്രില്ല് നാശത്തിന് പോകാൻ കണ്ടൊരു നേരെ. എടാ കുട്ടിരാമ, തിരിഞ്ഞു. എന്തായി കാണിക്കണേ? സാറല്ലേ പറഞ്ഞത് തിരിയാൻ? എടാ മരമണ്ട, നിന്ന് തിരിയാനല്ല, പിന്നെ? മെഴുകുതിരി എടുത്ത് കത്തിക്കാനാ പറഞ്ഞത്. കറണ്ട് വന്നിട്ട് കത്തിച്ച പോലെ ഒറ്റയ്ക്ക് പോവാൻ പേടിയാ. പോയി എടുത്തോണ്ട് പോടാ. രാമ 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 രാമ. ഇവിടെ മാത്രമേ ലൈറ്റ് പോയുള്ളൂ. ഒരു നിഴലി ഞാൻ കണ്ടു. ഓ എന്റെ ബുദ്ധുസേ, അത് പൂജ അകത്ത് പോയതാ. അല്ല, ഇതൊരു ആൺ നിഴല. ഞാൻ കണ്ടതാ. അമ്മേ, ജാദു സ്പേസിൽ നിന്നും വീണതാ. ഈ വീട്ടിൽ ഇത്തിരി സ്പേസ് തരുവാ മോളെ. എന്താടാ? ജാദു എന്റെ റൂമിലുണ്ട്. എടി മണ്ടി, അത് സിനിമ കണ്ടിട്ട് നിനക്ക് തോന്നിയതാ? ഞാൻ
കണ്ടതാ. ഇപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വാസമായോ? പറ്റിയൊരു മണ്ടനും. ഈ പിള്ളേരുടെ ഒരു കാര്യം, അതിർത്തി കാത്ത ഒരു ധീര ജവാൻ താമസിക്കുന്ന വീടായത്. നീ ഇങ്ങോട്ട് വന്നേ. അയ്യോ, ഇത് എവിടേക്കാ? കടക്ക്. എന്താ? ചെറിയൊരു ഉൾഭയം. ഈ പട്ടാളക്കാരന്റെ മാനം നീ കാക്കണം. ഒന്ന് പിടിച്ചു നിൽക്കാൻ 2 കോട്ട കിട്ടിയേ പറ്റും. മുത്തശ്ശ, എന്റെ കൈ വിട്. ഇല്ല, കൈ വിട്ടാ ഞാൻ പേടിക്കും. വീട് ബാറിന്റെ താക്കോൽ എടുക്കട്ടെ. വേഗം വരുമോ? ഇത്ര പെട്ടെന്ന് മിക്സ് ചെയ്താ? താങ്ക്സ്. യു ആർ വെൽക്കം. ആരാ? ഞാൻ ജാദു, സ്പേസിലെ ബാർമാന. സ്പൈസി ആയിട്ട് തൊട്ട് നോക്കാൻ ഇത്തിരി അച്ചാറെടുക്കട്ടെ. ആ കുട്ടി പിശാചിനെ ഞാനും കണ്ടു. അത് ടിവിന്ന് പുറത്ത് ചാടിയതാ. പേടിയുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്റെ ചുറ്റും നിന്നോ. നിങ്ങൾക്കൊരു ധൈര്യത്തിന്. കറണ്ട് വന്നതാ. എന്താ ഇവിടെ ബഹളം? ആരെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തത്? അപ്പൊ കറണ്ട് പോയതല്ലേ? എനിക്കറിയാം. ഒടുവിൽ ഇതും എന്റെ തലയിലാവും. എന്താ ഇവിടെ സംഭവിച്ചത്? ഞങ്ങള് ടിവിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ കറണ്ട് പോയത്. ആ നേരം കൊണ്ടാ ടിവി പുറത്ത് ചാടി. അതിനെ കണ്ട ഇതുപോലെ ഇരിക്കോ? അയ്യോ. വയസ്സ് ഇത്രയായിട്ട് നിന്റെ കുസൃതിത്തരത്തിന് ഒരു കുറവുമില്ല. നീ തെമ്മാടി. ഇവിടെ ജോയിൻ ചെയ്യാൻ എത്തിയെന്നും ചിലരെയൊക്കെ കിരീടണീച്ച് കൊരങ്ങാക്കിന്നൊക്കെ കരക്കാര് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. എന്തായാലും സന്തോഷായി. ഇങ്ങനെ ഒരു അവതാരം ഇവിടെ അത്യാവശ്യമായിരുന്നു. പാമ്പിന് ചെങ്കീരിയെ ചേരൂ. പിന്നെ ആ പാലക്കാടൻ ഓലനും കാളനും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് കുറെ കാലായി. നല്ല വിശപ്പുണ്ട്. ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വരുമ്പോ നിനക്കൊന്ന് വിളിച്ചറിയിച്ചാലെന്താ? അതാണ് സർപ്രൈസ്. ഈ നാടൻ ചോറും കറിയും കാണുമ്പോ പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പഠിച്ചിരുന്ന കാലം ഓർമ്മ വരുന്നത്. മെസ്സിലെ ഭക്ഷണത്തിൽ നിന്ന് ആകെ കിട്ടുന്ന ഒരു മോചനം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഒളിച്ചു കയറി കട്ട് തിന്നുന്നതില്ല. അതല്ലേ പറയാൻ വന്നത്. ഫോണേ. നീ എവിടെ പോണു? ഞാനങ്ങ് പോണില്ല. ഫോൺ ആന്റി ഫോൺ. മോളെ ഒന്ന് നോക്കിക്കോണേ. ആഹാ, മാങ്ങാച്ചാർ. ഞാൻ ഇവനെയല്ലേ അന്വേഷിച്ചത്. അതവിടെ കൊണ്ടുവയ്ക്കല്ലേ മോനെ. അയ്യോ, ആരെ താഴെ പോയി? എന്താ എന്താ പറ്റിയേ? കസേര എവിടെ പോയി? 1 2 3 4 5 6 6 കസേര ഇവിടെ ഉണ്ട്. അപ്പൊ എന്റെ കസേര എവിടെ പോയി? എന്താ ഇത്? എന്ത് കഷ്ടം നോക്കൂ. ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇരിക്കും. ഇങ്ങോട്ട് വാ. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ പിന്നെ വീടില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇവിടെ ഒരു കുട്ടിച്ചാത്തന്റെ കളിയുണ്ട്. കുറേശ്ശുണ്ട്. ഈ കസേര മാത്രം എന്താ ഇങ്ങനെ? ഈ കസേര എങ്ങനെ ഉണ്ടാക്കിയിരിക്കണേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചാലുണ്ടല്ലോ. ഇനി രസം കൂടെ കൂട്ടി ഉണ്ടാ സദ്യ കേമ ഒഴിക്കട്ടെ. അശോ, ഒഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ മേത്താണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പഴാ രസം ശരിക്കും രസമായിട്ട്. സർ, താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് എന്നെ VSM റെക്കമെൻഡ് ചെയ്തു. നിന്റെ കർമ്മത്തിൽ നീ കാണിച്ച ആത്മാർത്ഥതയ്ക്കുള്ള പ്രതിഫലം അതാണ് നിനക്ക് കിട്ടാൻ പോകുന്ന ഈ വിശിഷ്ട സേവാമേള. ഒരിക്കലും അല്ല. അത് ഞാനിവിടെ കാലെടുത്ത് വെച്ചതിന്റെ ഐശ്വര്യ. ആന്റി എന്തെങ്കിലും ട്രീറ്റ് ചെയ്യണം. ഇതൊരു ആഘോഷമാക്കി മാറ്റണം. മറ്റവനും വേണം. പിന്നെ അവനില്ലാതെ നമുക്കെന്താ ആഘോഷം? വേണ്ട. അത് ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം. എന്തായാലും സ്പോൺസറെ ഞാൻ സംഭാവന ചെയ്തോളാം. നിക്കല്ലേ നമ്മുടെ പിസ്കനായ പിള്ളേച്ചൻ.